ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 തരം വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അതായത് 10 വെറൈറ്റി നമ്മുടെ തൂക്കുചെടികൾ. ഇതൊക്കെയും നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്നതുമാണ്, അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വെക്കാവുന്നതാണ്. ഞാൻ കാണിക്കാൻ നേരം പറയാം ഏതൊക്കെയാണ് ഇൻഡോറിൽ വെക്കേണ്ടത്, ഏതൊക്കെയാണ് ഔട്ട്ഡോറിൽ വെക്കുന്നതെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം കണ്ടത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ നിയോൺ പോത്തോസാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എൻജോയ് പോത്തോസാണ്. ഓക്കെ, ഇത് നമ്മുടെ പൊട്ടിയ ഒരു കപ്പായിരുന്നു, അതിൽ ആണ് ഞാൻ ഈ എൻജോയ് പോത്തോസ് നട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതൊരു പ്ലാസ്റ്റിക് നൂലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആ നൂലിൽ കയറി ഇങ്ങനെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ചെടികളാണ് മണി പ്ലാന്റ്സ്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ അടുത്തതായിട്ട് കാണുന്നതാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്സ്. ഈ ചട്ടിയിൽ ഞാൻ അടിയിലൊരു റിവേഴ്സ് പ്ലാന്റ് കൂടി നട്ടിട്ടുണ്ട്. താഴോട്ടാണ് വളർന്നു വരുന്നത് ഈ ചെടി. റിവേഴ്സ് പ്ലാന്റ് താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഒത്തിരി കുറേ കൂടെ വളർന്നു വന്നു കഴിയുമ്പോൾ ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. അതുപോലെ ഇത് രണ്ടും കൂടെ വളരുന്നത് കൊണ്ട് കാണാൻ, ആ ചട്ടി കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഈ റിവേഴ്സ് പ്ലാന്റിൻ്റെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് പോട്ട്സിലാക്കി നട്ടുവെക്കാൻ പറ്റും. വളരെ നല്ല മനോഹരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. കുറച്ച് കെയറും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റാണ്. ഇത് വളരെ നല്ലതായിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ടിലാക്കി വളർത്താൻ പറ്റും. ഇത് കണ്ടില്ലേ, നല്ല ലഷും നല്ല തിക്കായിട്ടാണ് ഇത് വളർന്നു വരുന്നത്. താഴെ തറയെ മുട്ടും അത്രയും വളർന്ന് താന്നു വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇത്? ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ഈ കമ്പ് മുറിച്ച് അല്ലെങ്കിൽ ഈ വള്ളി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു പോട്ടിലാക്കി നമുക്ക് ഇതേപോലെ വളർത്തി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് ഈ ടാങ്കിൾഡ് ഹാർട്ട്. ഇത് കാണാനും അതുപോലെ നല്ലതാണ്. പിന്നെ ഇതൊരു സക്കലൻറ്റ് വിഭാഗത്തിൽപ്പെട്ടൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ? ഇതിൻ്റെ ഇലകൾ കണ്ടാൽ തന്നെ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇലകളാണ്. നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈസി കെയർ ആണ്. എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ദിവസത്തിൽ ഒരു ദിവസം വെച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഇലകളിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഈ ചെടി സർവൈവ് ചെയ്യുന്നത്. അന്നേരം 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത്, നല്ല രസമാണ് ഇതിൻ്റെ ആ ഇലകൾ കാണാൻ. നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീവ്സാണ്. പിന്നെ അതിൻ്റെ തണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു പിങ്കോ ഒരു ചെറിയ പർപ്പിളിഷ് കളർ പോലെ ഇങ്ങനെ വരും അതിൻ്റെ തണ്ട്. അപ്പോഴേ ഇത് ടോട്ടലി ഇത് വളരെ നല്ലൊരു ചെടിയാണ്. ഈ ചെടി നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് വേറൊരു ചട്ടിയിലാക്കി മാറ്റി വളർത്തിയെടുത്തതാണ്. ഇത്രയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട്. അടുത്തത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ ടർട്ടിൽ വൈൻ പ്ലാന്റ്. ടർട്ടിൽ വൈൻ പ്ലാന്റ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് കെയർ വേണം. അതായത് നമ്മുടെ സൺലൈറ്റും കാര്യങ്ങളും, ഒരുപാട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇത് പഴുത്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒത്തിരി വെയിലും ആകരുത്, അതുപോലെ ഒത്തിരി ഷെയ്ഡും ആകില്ല. പക്ഷേ നല്ലൊരു സൺലൈറ്റ് ഉള്ള ഏരിയയിൽ തന്നെ ഇത് വെക്കുക. അതിൻ്റെ ഇലയ്ക്ക് നല്ല പച്ച നിറമൊക്കെ വരണമെങ്കിൽ സൺലൈറ്റ് വേണം. പക്ഷേ കൊടും ചൂട് ഇതിന് പാടില്ല. പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ടൈപ്പ് ചെടികളാണ്. ഓക്കെ, നമുക്ക് ഹാങ്ങിങ് പോട്ട്സിലൊക്കെ ആക്കി ഇടുവാണെങ്കിൽ ഒരുപാട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ലോൺ പോലെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും തറയിൽ. ടർട്ടിൽ വൈൻ പ്ലാന്റ് ഉപയോഗിച്ച് നമുക്ക് സ്പിൽ പോട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ചരിഞ്ഞ കൂടം വളരെ ഈസി ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ സ്പിൽ പോട്ട് ഗാർഡൻ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിട്ടേക്ക്, നിങ്ങൾ കണ്ടു നോക്കൂ. വളരെ നല്ല ഭംഗിയായിട്ട് കാണാൻ, നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇതും നമുക്ക് ഈ കട്ട് ചെയ്ത് നമുക്ക് കുറേ ചട്ടികളാക്കി കഴിഞ്ഞാൽ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ ഒത്തിരി ഭംഗിയാണ്.
ടർട്ടിൽ വൈൻ പ്ലാന്റ് നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കാലീസിയ റെപ്പൻസ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് വളരെ നല്ല ഭംഗിയാണ് ഇത് വളർന്ന് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഞാൻ ഒട്ടും കെയർ ചെയ്യാതിരുന്ന് ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരുന്നു. പിന്നെ ഞാനിത് കട്ട് ചെയ്ത് വേറൊരു ഈ പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇത് വളർന്ന് വന്ന് തുടങ്ങിയത്. ഒത്തിരി നല്ല രസമാണ്. ഇത് നല്ല തിക്കായിട്ട് ലഷായിട്ട് വളർന്നു വന്നു കഴിയുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. ഇതും ഒരുപാട് കെയർ ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ഈ കാലീസിയ റെപ്പൻസ് എന്ന് പറയുന്ന ഈ ചെടി. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റുള്ള ഒരു ഏരിയയിൽ വേണം നമ്മളിത് നട്ടുവെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ് ഇത് വേര് പിടിക്കാൻ വേണ്ടി എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നല്ല കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് ഡ്രൈ ആയതിനു ശേഷമേ നമ്മൾ അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിക്കാവൂ. അങ്ങനെ നമ്മൾ അതായത് കുറച്ചൊരു റെസ്റ്റ് കൊടുക്കണം. മണ്ണ് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ ചെടി നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്നുകിൽ പഴുത്തു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് ഇലകൾ പഴുത്തു. അതുകൊണ്ട് അതിന് ഇടയ്ക്കൊരു ഡ്രൈ ഔട്ട് ആകാനുള്ളൊരു സമയം കൊടുക്കണം. അടുത്തത് നമ്മുടെ വാണ്ടറിങ് ജൂ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇതിനെ ഇഞ്ച് പ്ലാന്റ് എന്നും അതുപോലെ തന്നെ ട്രെഡസ്കാൻഡിയ സെബ്രീന എന്നും പറയുന്നൊരു പ്ലാന്റാണിത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. അതായത് ഇതിൻ്റെ ഇലയുടെ ഈ ഡിസൈനാണ് ഏറ്റവും അട്രാക്റ്റീവ്. അതുപോലെ തന്നെ ഈ ഒരു പർപ്പിളിഷ് കളറ് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ഈ സെബ്രീന പ്ലാന്റ് എന്ന് പറയുന്ന ഇത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിന് നല്ല ബ്രൈറ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണം ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വെട്ടം ഇല്ലാത്തടത്താണ് ഈ ചെടി വെച്ചേക്കുന്നത്. നല്ല സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിലാണെങ്കിൽ ഇതിൻ്റെ ഇലയിലുള്ള ഈ ഒരു മാർക്കിങ് ഫെയ്ഡായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ നോക്കി വേണം ഇത് നമ്മൾ നട്ടുവെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തണ്ട് ജസ്റ്റ് ഒന്ന് മുറിച്ച് വേറെ ചട്ടിയിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് മാസത്തിൽ ഒരിക്കൽ നമ്മൾ വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല തിക്കും ലഷുമായിട്ട് വളർന്നു വരത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാണ്ടറിങ് ജൂ അല്ലെങ്കിൽ സെബ്രീന പ്ലാന്റ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്ലാന്റിന് കെയർ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കുന്നതെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അതുപോലെ തന്നെ വളം നമ്മൾ വെള്ളത്തിൽ കലക്കി ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ് ഇതിന് കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഓക്കെ, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഓരോ ജോയിൻറ്റിൽ നിന്നും വേരുകൾ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അന്നേരം ഈ ഓരോ ജോയിൻറ്റിൽ നിന്നും വേരുകൾ വരുന്നത് കൊണ്ട് നമുക്ക് ചുമ്മാ ഒന്നും ഒടിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പുതിയ ചെടികൾ. ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഇതെന്ത് രസമല്ലേ. ഇങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ പ്ലാന്റ്. നിങ്ങളിതിന് കെയർ ചെയ്യുന്നതും എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് അതായത് ക്ലോറോഫൈറ്റം കൊമോസം എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് വളരെ അഡാപ്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് നശിച്ചു പോകാത്തൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഒട്ടും കെയർ ചെയ്തില്ലെങ്കിലും ഇത് തന്നെ വളരുന്ന ഒരു ചെടിയാണിത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ തുമ്പത്ത് വരുന്ന ബ്രൗൺ ടിപ്സ് എന്ന് പറയും. അതാണ് ഇല പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കരിഞ്ഞു പോകുന്ന പോലെ തോന്നും. ഇലയുടെ തുമ്പിൽ വരുന്ന ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഈ തണ്ടിൽ നിന്നാണ് ഇതിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ ഈ ഇലയുടെ ഞാൻ പറഞ്ഞല്ലോ, അത് കരിഞ്ഞു പോകുന്നതുകൊണ്ട് അതാണ് ഇതിന് മെയിനായിട്ട് വരുന്നൊരു പ്രോബ്ലം. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിന് കാണാറില്ല. ഇതിൻ്റെ സ്പൈഡറെറ്റ്സ് ആണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്പൈഡറെറ്റ്സ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ കുഞ്ഞുങ്ങൾ, തണ്ടിൽ നിന്നാണ് ഇതിന് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത്. അത് നമ്മൾ മുറിച്ച് നട്ട് വെക്കുകയാണെങ്കിൽ ഇതാണ് സ്പൈഡറെറ്റ്സ് അഥവാ സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകൾ. ഇത് നമ്മൾ മുറിച്ച് മറ്റ് ചട്ടികളിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് അതുവഴി പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഗ്രീൻ കളറുണ്ട്, അതുപോലെ തന്നെ വേറെ വേരിഗേറ്റഡ് വെറൈറ്റീസും നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ വേറെ കളേഴ്സിലൊക്കെ വരാറുണ്ട്. ഓക്കെ, അതായത് ചെറിയ കളർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
സ്പൈഡർ പ്ലാന്റ് നടുമ്പോൾ നല്ലപോലെ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകത്തക്ക തരത്തിലുള്ള മണ്ണിൽ വേണം അത് നടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതായിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ പെന്നിവേർട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ട്സിൽ നടാൻ പറ്റും. വളരെ നല്ലൊരു ചെടിയാണ് ഈ പെന്നിവേർട്ട്, വളരെ അട്രാക്റ്റീവാണ് ഈ ഒരു ചെടി. ഇത് നമുക്ക് നല്ലപോലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ കൊടുത്തില്ല എങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരുപാട് സൺലൈറ്റുള്ള ഏരിയയിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ ഹാങ്ങിങ് പോട്ടിൽ നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തറയിൽ ചട്ടിയിലും നട്ടിട്ടുണ്ട്. അത് നല്ല ലഷായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അങ്ങ് സൺലൈറ്റുള്ള ഉച്ച കഴിഞ്ഞൊക്കെയുള്ള ഒരുപാട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൺലൈറ്റുള്ള ഏരിയയിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ് ഈ ചെടിയുടെ ഇതിന് നല്ലത്. അല്ലെങ്കിൽ ഇത് വെള്ളം വറ്റി പോവുകയാണെങ്കിൽ പെട്ടെന്ന് ചെടിയും ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ്. അതുകൊണ്ട് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ ചെടി നല്ല രീതിയിൽ കിളിച്ചു വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നൊരു ചെടിയാണ് ഹെമിഗ്രാഫിസ് റപ്പൻറ്റ എന്ന് പറയുന്ന പർപ്പിളിഷ് ലീഫാണ് ഇതിൻ്റെ അട്രാക്ഷൻ. ഇത് കണ്ടില്ലേ, നല്ല രസമാണ് ഇതിൻ്റെ ഈ ഇലകൾ കാണാൻ, നല്ല ഈ പർപ്പിൾ കളറിൽ. അതുപോലെ നമ്മൾ ഇത് നടാൻ നേരം നല്ല വൈറ്റ് ചട്ടിക്കകത്ത് പോട്ടിൻ്റെ അകത്ത് നടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതുപോലെ വൈറ്റ് കുഞ്ഞു പൂക്കൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായി വരും, അതും നല്ലൊരു അട്രാക്ഷനാണ്. ഒത്തിരി കുഞ്ഞു പൂക്കൾ വരുമ്പോൾ കാണാനും ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിന് നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചട്ടി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ ചെടിയും പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് വളരെ നല്ലതാണ്. ഇതിൽ നിന്ന് തണ്ട് നമുക്ക് മുറിച്ച് മറ്റ് ചട്ടികളിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ചെടിയാണ് ഈ ഹെമിഗ്രാഫിസ് റപ്പൻറ്റ എന്ന് പറയുന്ന ഈ ചെടിയുടെ പോലെ തന്നെ ഇതിൻ്റെ ഗ്രീൻ കളറും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അടുത്തത് കാണിച്ചു തരാം. ഇതിനെ തന്നെയാണ് നമ്മൾ ഡ്രാഗൺസ് ടങ്ക് എന്നും അറിയപ്പെടുന്നത് ഈ ചെടിയും. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇതിനെ നമുക്ക് ഇൻഡോറും വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. അതായത് നമുക്ക് ഇൻഡോറിൽ ഹാങ്ങിങ് പോട്ട്സിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ ഈ ഹെമിഗ്രാഫിസ് റപ്പൻറ്റ. ഇത് നമ്മൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ പാർഷ്യൽ ഷെയ്ഡിൽ വേണം, ഒരുപാട് സൺലൈറ്റ് മീൻസ് സെമി സൺലൈറ്റ് കിട്ടുന്ന ഏരിയ നോക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ ഹെമിഗ്രാഫിസ് റപ്പൻറ്റയുടെ ഗ്രീൻ കളറാണിത്. ഇതും നമ്മൾ ഹാങ്ങിങ് പോട്ട്സിൽ വെക്കുന്ന വളരെ നല്ല ഭംഗിയായിട്ടിരിക്കും. കുറേ പോട്ട്സിൽ ഒരേപോലെ നമ്മൾ തൂക്കിയിടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല ഗ്രീനിഷ് കളറിലുള്ള ഇലയാണ് ഇതിൻ്റെ. ജസ്റ്റ് കളർ വ്യത്യാസമുള്ളൂ, മറ്റേത് പർപ്പിളും ഇത് ഗ്രീനും ആണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ ഈ ചെടിക്ക്. ഈ ചെടി അറിയപ്പെടുന്നത് ഗ്രീൻ ഡ്രാഗൺസ് ടങ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഏകദേശം ഒരു 10 ഇഞ്ച് വരെ ഇതിന് നീളം വെക്കുന്ന ടൈപ്പ് ചെടിയാണ് ഇത്. ഓർക്കിഡ്സും നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്, ഫലനോപ്സിസ്, ഏത് വെറൈറ്റിയും നമുക്ക് ഹാങ്ങിങ് പോട്ടിലാക്കി നടാൻ പറ്റും. പിന്നെ ഒരുപാട് സൺലൈറ്റ് കിട്ടാത്ത കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ള ഏരിയയിലാണ് ഓർക്കിഡ്സിന് വളരാൻ നല്ലത്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്തു, അതായത് സ്പെഷ്യലി ഓർക്കിഡ് ബ്ലൂം എന്ന് പറയുന്നൊരു ഫെർട്ടിലൈസർ കിട്ടും. അത് നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല പൂക്കളുണ്ടാകാൻ വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ ചെടി നട്ടേക്കുന്നത്. പക്ഷേ എന്നാൽ ഒരുപാട് സൺലൈറ്റും കിട്ടത്തില്ല, എന്നാൽ കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് നട്ടത്. എല്ലാ വെറൈറ്റീസും നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തത് നമ്മുടെ ഡിസ്റ്റീഡിയ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇതിന് നമ്മൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ലൈറ്റ് വേണ്ട ഒരു ചെടിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒരു ഹാഫ് ഡേ കിട്ടുകയാണെങ്കിൽ ചെടി വളരെ നല്ലതാണ്. ഓക്കെ, അതുപോലെ ഇത് നമുക്ക് ബോത്ത് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. ഒരുപാട് കെയർ ഒന്നും വേണ്ട. ഇതിന് ബെസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ തൊണ്ടിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ തടി എന്തെങ്കിലും മുറിച്ച ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് നട്ടാലും മതി. ഇത് കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ചകിരി തൊണ്ട് മാത്രം വെച്ചിട്ടുള്ളൂ, അതിലാണ് ചെടി വെച്ചേക്കുന്നത്. വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അതുപോലെ നല്ല വെൻറ്റിലേഷൻ കിട്ടുന്ന ഒരു സ്പേസ് നോക്കി വേണം ഇത് നട്ടു വെക്കാനായിട്ട്. വെൻറ്റിലേഷനൊക്കെ വേണം, അതായത് നല്ല കാറ്റും എയർ സർക്കുലേഷനുള്ള ഏരിയയിലാണ് ഈ ചെടി നട്ടു വെക്കേണ്ടത്.
ഒത്തിരി നല്ല തിക്കായിട്ട് വളർന്നു വരും. ഒരുപാട് കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇത്. ഇൻഡോറിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും ഈ ചെടി. അടുത്തത് നിയോൺ പോത്തോസാണ്. നിയോൺ പോത്തോസും വളരെ നല്ല ഭംഗിയായിട്ട് കാണാൻ വളരെ അട്രാക്റ്റീവാണ് ഇതിൻ്റെ ഇലകൾ. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ട്സിലും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചട്ടിയിലും താഴെയും വളർത്തിയെടുക്കാൻ പറ്റും. അതായത് നമുക്ക് മോസ്റ്റിക്കിലൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ നിയോൺ പോത്തോസ്. ഒരുപാട് കെയറൊന്നും വേണ്ട ഇതിന്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഒരുപാട് എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയാണ്. മണി പ്ലാന്റ്സിൻ്റെ എല്ലാ വെറൈറ്റീസും തന്നെ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വളർത്തുകയാണെങ്കിൽ നല്ല തിക്കും ലഷുമായിട്ട് ഇതുപോലെ വളർന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ഒത്തിരി ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണിത്. ചെടികളെ നമ്മൾ പിന്നെ എപ്പോഴും കെയർ ചെയ്താൽ മാത്രമേ അത് നല്ലപോലെ വളരുന്നുണ്ടോ എന്നും നമ്മൾ ചെടികൾ നോക്കണം. എന്നാൽ മാത്രമേ അത് നല്ലതുപോലെ വളർന്നു വരത്തുള്ളൂ. അതിനു വേണ്ടി ഫെർട്ടിലൈസർ, വാട്ടറിങ്, സൺലൈറ്റ് എല്ലാം കിട്ടേണ്ടതുപോലെ കൊടുക്കുകയും വേണം. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് ഫെർട്ടിലൈസറാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രണ്ട്സ്. സീ യു നെക്സ്റ്റ് വീഡിയോ. Bye bye.